കർത്താവിൻ പ്രിയരെ, ഒരു പുതിയ ദിവസം കൂടി സ്വർഗീയ പിതാവ് നമുക്ക് ദാനമായി തന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ദിവസത്തിന്റെ ആദ്യ നിമിഷങ്ങൾ ദൈവവചനം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനുമൊക്കെ നമുക്ക് സമയം ചെലവിടാം. ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമാണ് എന്നല്ലേ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് പ്രയോജനമുള്ളതാണ്, പ്രതിഫലം ലഭിക്കുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിലേക്ക് പ്രചോദനവും സന്തോഷവും നൽകുന്നതായിരിക്കുമെന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ സകല സങ്കടങ്ങളും എല്ലാ ആവലാതികളും പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ സന്നിധി പോലെ പ്രയോജനപ്പെട്ട മറ്റൊരു സ്ഥലവുമില്ല. യേശു തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കട്ടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ജീവിതത്തിൽ അനുഗ്രഹവും സമൃദ്ധിയും മാത്രം കണ്ടിട്ടുള്ള ചിലരെങ്കിലും സമൂഹത്തിൽ കഷ്ടതയുള്ളവരും ഗുണമേലുള്ളവരും അവർ അനുഭവിക്കുന്ന നിലയിലുള്ള യാതൊരു സുഖലോലുപതയും ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്തവരും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അങ്ങനെ എന്നോട് നേരിട്ട് പറഞ്ഞ ഒരാളിനെ എനിക്കറിയാം. അദ്ദേഹം വളരെ ധനികനാണ്, വിദ്യാസമ്പന്നനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇന്നും നമ്മുടെ നാട്ടിൽ പട്ടിണിക്കാരുണ്ടോ എന്നാണ്. നമ്മുടെ ഏത് സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ, ഏത് പ്രശ്നങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞു കേൾപ്പിക്കാൻ, അതിന് പരിഹാരം കണ്ടെത്തുവാൻ കർത്താവിൻ്റെ പാദപിടമല്ലാതെ മറ്റെവിടെയാണ് നമുക്കൊരിടമുള്ളത്? മറ്റൊരാളുടെ സങ്കടം തിരിച്ചറിയുക എന്നത് ഭാഗ്യകരമായൊരവസ്ഥയാണ്. എല്ലാവർക്കും ഒരുപക്ഷെ അത് അറിയില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നോക്കി പുച്ഛഭാവം കാണിക്കുന്ന എത്രയോ പേരെ നിങ്ങൾക്കറിയാം. നമുക്കൊക്കെ അത് കണ്ടും കേട്ടുമൊക്കെ പരിചയമുള്ളതാണ്. എല്ലാവരുമല്ല കേട്ടോ, ചിലരെങ്കിലും അങ്ങനെ ഇല്ലാതെയുമില്ല. കാരണം അവരുടെ വിചാരം അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കരയേണ്ടി വരില്ല എന്നാണ്. ആരുടെയും സങ്കടം നമ്മൾ നിസ്സാരമായി കാണരുത്. ഇതുവരെ പറഞ്ഞ കാര്യവും നീ പറയാൻ പോകുന്ന കാര്യവും തമ്മിൽ ഒരുപക്ഷെ എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എങ്കിലും ഒന്ന് കേട്ടാട്ടെ. ഒരു വീട്ടിൽ ഭയങ്കരമായ എലിശല്യം സഹിക്കവയ്യാതെ ജഗന്നാഥൻ ഒരു ദിവസം ചന്തയിൽ നിന്നും ഒരു എലിക്കണി വാങ്ങിക്കൊണ്ടുവന്നു. ആദ്യം കണ്ട എലി വല്ലാതെ ഭയന്നുപോയി. എലിയെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു പാമ്പ് ആ തട്ടിൻ പുറത്തുണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ച് എലി പാമ്പിനോട് പറഞ്ഞു, പാമ്പെ സൂക്ഷിച്ചോ, വീട്ടുകാരൻ ഒരു എലിക്കണി വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. പാമ്പ് പറഞ്ഞു, അതിനെനിക്കെന്താ, നീയല്ലേ സൂക്ഷിക്കേണ്ടത്. പാമ്പ് എലിയെ പരിഹസിച്ച് പറഞ്ഞയച്ചു. താഴെ ഇറങ്ങി പറമ്പിൽ കെട്ടിയിരുന്ന ആടിനോട് എലി വിവരം പറഞ്ഞു. അതും എലിയെ കളിയാക്കി പറഞ്ഞു, എന്നോടെന്തിനാ ഇക്കാര്യം പറയുന്നത്? ഏതായാലും അവിടെ തന്നെ കണ്ട യജമാനന്റെ വക ഒരു പോത്ത്, അതിനോടും എലി പറഞ്ഞു, എലിക്കണി വാങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. എലിക്കണി സൂക്ഷിക്കേണ്ടത് എലിയാണല്ലോ. ഈ പറഞ്ഞ ആടിനോ പോത്തിനോ ഒക്കെ എലിക്കണി സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ, എലിക്കണിയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രിയിൽ ഈ എലിക്കണിയിൽ ആദ്യമായി കുടുങ്ങിയത് ഒരു പാമ്പാണ്. പുറത്തെ ഇരുട്ടത്ത് ബഹളം കേട്ട് വീട്ടുകാരൻ എലിക്കണി എടുക്കാൻ കൈ നീട്ടി. വേദന കൊണ്ട് പുളഞ്ഞിരുന്ന പാമ്പ് ആ മനുഷ്യന്റെ കയ്യിലേക്ക് ആഞ്ഞുകൊത്തി. ഏതായാലും വീട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊന്നു ആ പാമ്പിനെ. ചികിത്സിച്ച വൈദ്യൻ പറഞ്ഞു, കുറെ ദിവസം കഴിഞ്ഞിട്ട് ദേഹരക്ഷയ്ക്ക് വേണ്ടി ഒരു ആറ്റിൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ എലിക്കണിയെ പരിഹസിച്ച ആടിന്റെ കഥ കഴിഞ്ഞു. ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വിഷം പൂർണ്ണമായിട്ടും പോയിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞ് അയാൾ മരിച്ചുപോയി. അയാളുടെ മരണം കഴിഞ്ഞ് ഒരാണ്ടായപ്പോൾ മരണ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചുകൂട്ടി ഒരു സദ്യ നടത്തി. ഇത്രയും പേർക്ക് ആഹാരത്തിന് അവരുടെ വീട്ടിൽ വളർത്തിയിരുന്ന പോത്തിനെ തന്നെ കശാപ്പ് ചെയ്തു. ഏതായാലും എലി ഇതിനെല്ലാം സാക്ഷിയായി നിന്നു. മറ്റുള്ളവരുടെ നിലവിളികൾക്ക് നേരെ നാം ഒരിക്കലും കണ്ണടയ്ക്കരുത്. ഇതിഹാസത്തിന്റെ ഭാഷയിൽ പ്രതികരിക്കുകയും അരുത്. ഒരാളും അവരവരിൽ മാത്രമായി നിലനിൽക്കുന്നില്ല, അവരവരിൽ മാത്രമായി അവസാനിക്കുന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവരുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. മറ്റുള്ളവരുടെ ഒരു പ്രശ്നം കേട്ടാൽ അത് അവരുടെ പ്രശ്നമല്ലേ, നമുക്കെന്താ അതിനകത്ത് കാര്യം എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇതേ പ്രശ്നം അല്ലെങ്കിൽ ഇതിൽ വലിയ പ്രശ്നം നിങ്ങൾ നാളെ നേരിടുകയില്ല എന്ന് ആരറിഞ്ഞു? നമുക്ക് കഴിയുന്നതുപോലെ മറ്റുള്ളവരുടെ നിലവിളിക്ക് നമ്മൾ ചെവി കൊടുക്കണം, പ്രതികരിക്കണം, പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇയാൾ നിലവിളിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ നിലവിളിക്കേണ്ടി വരും. അന്നേരം നമുക്ക് ആരും കാണില്ല കൂട്ടിനായി, പരിഹാരത്തിനായി. സമാധാനത്തിൻ്റെ ഒരു വാക്കുപോലും പറയാൻ ആരും കണ്ടില്ലെന്ന് വരും.
ഒരാളുടെ നിലവിളിക്ക് മറ്റൊരാൾ ചെവി കൊടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മറ്റൊരർത്ഥം മനുഷ്യത്വം മരവിച്ചു പോയി എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ആരും നിലവിളിക്കാൻ കാരണമാകരുത്. ഒരാളുടെയെങ്കിലും നിലവിളി ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു ദൈവവിശ്വാസികളാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മാത്രമല്ല, നമ്മോട് ചേർന്ന് നിൽക്കുന്ന പലർക്കും ഉപകാരത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്ന ഒരു നിലവിളിയും നിങ്ങൾ കേൾക്കാത്തവരായിരിക്കാനിടയാകല്ലേ. ഞങ്ങളുടെ മുമ്പിൽ നിറകണ്ണുകളോടെ വന്നു നിൽക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാതെ ആശ്വാസം പകരുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന അങ്ങയുടെ ഗിരിപ്രഭാഷണത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ അനുസരിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.